അല്ല അജിംസൈ, എൻ്റെ ഒരു റിക്വസ്റ്റ് ഉണ്ട് CPM-ന്റെ നേതാക്കന്മാരോടും സംസ്ഥാന സെക്രട്ടറി മുതൽ അവരുടെ പാർട്ടിയുടെ പ്രതിനിധികളായിട്ട് ചാനൽ ചർച്ചയ്ക്ക് വരുന്ന ആളുകളോട് മുഴുവൻ നിങ്ങൾ ഇത്തരത്തിലുള്ള ന്യായീകരണങ്ങൾ കുറച്ച് ഉറക്കെ സംസാരിക്കും, ഞാൻ കേൾക്കുന്നില്ല, എന്റെ കുഴപ്പമാണെന്ന് അറിയില്ല. കാരണം നിങ്ങൾ തുടരുമ്പോഴാണ് നിങ്ങളിങ്ങനെ തുടരും. കേൾക്കാവോ? ഹലോ, കേൾക്കാവോ? കേൾക്കാം. എൻ്റെ ഒരു അഭ്യർത്ഥനയാണ്, CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി മുതൽ ചാനൽ ചർച്ചയ്ക്ക് വരുന്ന പ്രതിനിധികൾ വരെയുള്ള മുഴുവൻ ആളുകളും ഇതുപോലെ തന്നെ നിങ്ങൾ ന്യായീകരിച്ചു കൊണ്ടുപോകണം. കാരണം അത് മറ്റു ആളുകൾക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ കുറെ കൂടി എളുപ്പം കിട്ടും. എന്തുകൊണ്ട് തോറ്റു എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ പറയുന്നത് ശബരിമല വിഷയം ഏറ്റിട്ടില്ല, സാധാരണക്കാരെ വിധിക്കുന്ന വിഷയം ഏറ്റിട്ടില്ല എന്നാണ് നിങ്ങൾ പറയുന്നത്. പിന്നെ എന്തുകൊണ്ട് നിങ്ങൾ തോറ്റു? 9.5 കൊല്ലക്കാലമായി കേരളം ഭരിക്കുന്ന പിണറായി വിജയന്റെ സർക്കാർ, ഈ സർക്കാരിന്റെ വിലയിരുത്തലാണ് ഈ തെരഞ്ഞെടുപ്പ് റിസൾട്ട് എന്ന് പറയാൻ ഞങ്ങൾ വെല്ലുവിളിച്ചിട്ടും അത് പറയാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടായില്ല. കാരണം നിങ്ങൾക്ക് തോക്കുമെന്നറിയാം. തോറ്റിട്ടും തോറ്റതിന്റെ കാരണങ്ങൾ പറയുന്നത് വർഗീയ ശക്തികൾ കൂട്ടുകൂടിയെന്നാണ്. അപ്പോൾ CPM-നെ പോലെ LDF-നെ പോലെ ഒരു മുന്നണിയെയും CPM-നെ പോലെ ഒരു പാർട്ടിയെയും തോൽപ്പിക്കാവുന്ന രീതിയിൽ കേരളത്തിൽ വർഗീയ ശക്തികൾ വളർന്നിട്ടുണ്ടെങ്കിൽ കേരളത്തിലെ ആഭ്യന്തര വകുപ്പിന്റെ തികഞ്ഞ പരാജയമാണ് അതിന് കാരണം. അത് നിങ്ങൾ അംഗീകരിക്കോ? ഏതെങ്കിലും ഒരു കാര്യം കൊണ്ട് നിങ്ങൾ പരാജയപ്പെട്ടു എന്ന് അംഗീകരിക്കോ? ഒരു കാര്യമുണ്ട് അജിംസെ, സാധാരണക്കാരെ മുതൽ ശബരിമല ശാസ്താവിനെ വരെ കൊള്ളയടിച്ച ഒരു സർക്കാരിന്റെ പാർട്ടിയുടെ പ്രതിനിധികൾക്ക് വോട്ട് കൊടുക്കേണ്ടെന്ന് ജനങ്ങൾ തീരുമാനിച്ചു. ഈ 5 വട്ടം കറണ്ട് ചാർജ് വർദ്ധിപ്പിച്ചു, വെള്ളക്കരം വർദ്ധിപ്പിച്ചു, വീട്ടുകാരം വർദ്ധിപ്പിച്ചു, സകലമാന ഫീസുകളും വർദ്ധിപ്പിച്ചു. ഈ രാജ്യത്തെ ഏറ്റവും വലിയ വിലക്കയറ്റം കേരളത്തിലുണ്ട്. സാധാരണ മനുഷ്യരെ ബാധിക്കുന്ന ഒരു പ്രശ്നങ്ങളെ ഇവർ അഡ്രസ് ചെയ്തിട്ടില്ല. ഇവർ പൗരപ്രമുഖന്മാരെ തീറ്റിപ്പൊറ്റുന്ന തിരക്കിലായിരുന്നപ്പോൾ പൗരന്മാർ ഇവരെ തെരഞ്ഞു പിടിച്ചു തോൽപ്പിച്ചതാ കാണുന്നത്. വോട്ട് ശതമാനം എടുത്തു നോക്കിക്കോട്ടെ, തോറ്റ സീറ്റുകളുടെ എണ്ണം എടുത്തു നോക്കിക്കോട്ടെ, CPM എന്ന് പറഞ്ഞ പാർട്ടി വലിയ പരാജയത്തിലേക്ക് പോകുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇവർ തോറ്റപ്പോൾ ഇവർ പറഞ്ഞത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പാറ്റേൺ മറ്റൊന്നാണ്, തദ്ദേശം വരട്ടെ കാണിച്ചു തരാമെന്ന. തദ്ദേശം വന്നപ്പോൾ പറയുന്നു ഇത് വേറൊരു പാറ്റേൺ ആണെന്ന്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തോറ്റപ്പോൾ സംസ്ഥാന സെക്രട്ടറി പറഞ്ഞത് ഈഴവരുടെ വോട്ട് കിട്ടിയില്ല, ക്രൈസ്തവരുടെ വോട്ട് കിട്ടിയില്ല, മുസ്ലിം ന്യൂനപക്ഷത്തിന്റെ വോട്ട് കിട്ടിയില്ല, ഇതൊക്കെ പറഞ്ഞു. മനുഷ്യന്മാരുടെ വോട്ട് എന്തുകൊണ്ട് ഇവർക്ക് കിട്ടാത്തെന്ന് ഇവർ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? കാരണം പിണറായി വിജയന്റെ സർക്കാരിന്റെ നയപരിപാടികളാണ്. ഇവിടെ പറയുന്ന വിശ്വാസപരമായിട്ടുള്ള പ്രശ്നത്തിൽ ആ ശബരിമലയുമായി ബന്ധപ്പെട്ട വിഷയത്തെ പാരടി ഗാനത്തോടെ അവതരിപ്പിച്ചത് എന്തോ മഹത്തായ തെറ്റെന്ന ഈ KT കുഞ്ഞിക്കണ്ണൻ പറയുന്നത്. പ്രിയപ്പെട്ട സഖാവേ, നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം. ശബരിമല ശാസ്താവിന്റെ ഓർക്കണം. ഗോവിന്ദ മാസ്റ്റർ പറയുന്ന കാര്യം, ഞങ്ങളുടെ അടിത്തറ തകർന്നിട്ടില്ല, ഞങ്ങൾ വോട്ട് തിരുവനന്തപുരത്ത് പോലും ഞങ്ങൾക്ക് വോട്ട് കൂടുകയാണ് ചെയ്തത്. അപ്പോൾ തിരുവനന്തപുരത്ത് ഒരു ഉദാഹരണം വെച്ച് ഗോവിന്ദ മാസ്റ്റർ പറയുന്നത് നോക്കുക, BJP ജയിച്ച എല്ലാ വാർഡുകളിലും UDF 3ാം സ്ഥാനത്താണ്. അപ്പോൾ ഇന്ന് കേരളത്തിലെ മൊത്തം ഒരു അവസ്ഥ എടുത്ത് നോക്കുകയാണെങ്കിൽ BJPക്ക് അങ്ങനെ കാര്യമായ നേട്ടം തിരുവനന്തപുരത്ത് ഒഴികെ ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല. അവരുടെ ഉണ്ടായിരുന്ന ജില്ലാ പഞ്ചായത്ത് പോകുന്നു, അവരുടെ മുനിസിപ്പാലിറ്റി പന്തളത്ത് പോകുന്നു, അങ്ങനെ പോകുന്നിടത്തൊക്കെ UDF-ന് നേട്ടമായിട്ടുണ്ട്. അപ്പോൾ ഗോവിന്ദ മാസ്റ്റർ പറയാൻ ശ്രമിക്കുന്നത് ഒരു ധാരണയുണ്ട്, തിരുവനന്തപുരത്തുള്ളതുപോലെ ഒരു ധാരണയുണ്ട് എന്നാണ്.